സോ നമ്മൾ നേരത്തെ തീർച്ചയത് ഇതിൻ്റെ UI നമ്മൾ ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് എൻഡ് ചെയ്യാം. സോ ബാക്ക് എൻഡ് ചെയ്യണതിന് മുമ്പ് നമുക്ക് ഒരു ഡാറ്റാബേസ് വേണം. ലൈക്ക് ബാക്ക് എൻഡ് ചെയ്യുമ്പോൾ എന്തായാലും ഡാറ്റാബേസിലായിരിക്കും നമ്മുടെ യൂസറിനെ സേവ് ചെയ്യണം. സോ ആ ഒരു സെക്ഷൻ വേണം നമുക്ക്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡാറ്റാബേസ് ഉണ്ടാക്കാം. സോ അതുണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ ഹോസ്റ്റ് നമ്മൾ നേരത്തെ ചോദിച്ചല്ലോ PHP my admin ആ സെയിം സാധനം. സോറി ഓക്കെ ലോക്കൽ ഹോസ്റ്റ് PHP my admin. സോ നമ്മുടെ ഡാറ്റാബേസിലേക്ക് വന്നു. നമുക്ക് പുതിയ ഡാറ്റാബേസ് ഉണ്ടാക്കാം. നമ്മുടെ PHP my adminലേക്ക് വന്നു. പുതിയ ഡാറ്റാബേസ് ഉണ്ടാക്കാം. ഞാൻ തിങ്കർ ഹബ് എന്നൊരു പേര് കൊടുക്കാം ഡാറ്റാബേസിന്. ആൻഡ് ക്രിയേറ്റ്. ഓക്കെ ഞാൻ പബ്ലിഷർ ഓർ അഡ്മിൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടേബിളിൻ്റെ പേര് കൊടുക്കാം. ആൻഡ് നമ്മുടെ പബ്ലിഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിഷ് ചെയ്യുന്ന ആൾ, നമുക്ക് ബ്ലോഗ് സെൻഡ് ചെയ്യുന്ന ആൾ. ആൻഡ് നമുക്ക് നെയിം ആദ്യം ID. സോ പബ്ലിഷർ നെയിം. ദെൻ സ്റ്റാറ്റസ് എന്തിനാണെന്ന് ഇപ്പം നിങ്ങൾ വെറി ചെയ്യേണ്ട, ജസ്റ്റ് അതിൽ നിന്നോട്ടെ. ആൻഡ് ഐ തിങ്ക് ഓക്കെ പബ്ലിഷർ നെയിം, സ്റ്റാറ്റസ്, യൂസർ നെയിം. ഓക്കെ യൂസർ നെയിം ആൻഡ് ഒരു നമ്മുടെ ആഡ് ചെയ്യണം. അപ്പോൾ ആൻഡ് പാസ്വേഡ് ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് ഓൾ. ഓക്കെ ഇത് മതിയല്ലോ. ഇനി എന്തെങ്കിലും ആഡ് ചെയ്യണോ? അഡ്രസ്സ് വേണമെങ്കിൽ അഡ്രസ്സ് ആഡ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടം. ഓക്കെ നമുക്കിവിടെ 11 വാല്യൂ ലെങ്ത് വാല്യൂ കൊടുക്കാം. ഇവിടെ 33 and this is also 11. This is the character actually varchar and this is also the varchar and username varchar തന്നെയല്ലേ, നമ്മുടെ സാധാരണ യൂസർ varchar ആണല്ലോ. സോ ഇതും varchar തന്നെ. പാസ്വേഡ് ആൻഡ് ഈ പാർട്ട് കഴിഞ്ഞു. ഇത് 33 and this part go to like 33. ഓക്കെ 33 മതി. ആൻഡ് ഡിഫോൾട്ട് ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ഓക്കെ സോ നമുക്ക് ഓട്ടോ ഇൻക്രിമെൻറ്റ് വേണം. പ്രൈമറിക്ക് ഓട്ടോ ഇൻക്രിമെൻറ്റ് ഇൻറ്റിന് IDക്ക്. സോ നമ്മുടെ ഡാറ്റാബേസ് നമ്മൾ സെറ്റ് ചെയ്തു. ആൻഡ് ഫൈനലി ഡാറ്റാബേസ് സെറ്റ് ചെയ്തു. നമ്മൾ സേവ് നിൽക്കുക. ഓക്കെ ഡാറ്റാബേസ് നമ്മുടെ ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ഡാറ്റാബേസ് അല്ല സോറി, ടേബിൾ ക്രിയേറ്റ് ചെയ്തു പബ്ലിഷ് എന്ന് പറഞ്ഞിട്ട്. ആൻഡ് നമ്മൾ ബ്രൗസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കണ്ടില്ലേ നമ്മുടെ ടേബിൾ വന്നു. നമ്മൾ ടേബിളിലൊന്നും ഡാറ്റ കൊടുത്തിട്ടില്ല. സോ ഇപ്പോഴത്തേക്ക് നമുക്കൊരു ഡമ്മി ഡാറ്റ ഉണ്ടാക്കാം ജസ്റ്റ് ഫോർ സ്റ്റിങ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് പുതിയ യൂസറിനെ ആഡ് ചെയ്യണതും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ സോ ID 1 പബ്ലിഷർ നെയിം തിങ്കർ ഹബ്. ഓക്കെ തിങ്കർ ഹബ് MESM അത് പബ്ലിഷർ നെയിം. സ്റ്റാറ്റസ് വാട്ട് ഈസ് സ്റ്റാറ്റസ്? ഓക്കെ സോ ഓൺലൈൻ എന്നിപ്പോൾ കൊടുത്തേക്കാം, ജസ്റ്റ് ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഓക്കെ സോ യൂസർ നെയിം നമുക്കിപ്പോൾ pretty usual admin admin and password admin 123 എഴുതോട്ടെ. ഇപ്പോഴത്തെ തൽക്കാലത്തേക്ക് ജസ്റ്റ് കീപ്പ് ഇറ്റ് ലൈക്ക് ദാറ്റ്. ഓക്കെ സോ ഗോ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടല്ലോ ഡാറ്റാബേസിൽ ഡാറ്റ കയറി, നോ ബിഗ് ഡീൽ. സോ നമ്മുടെ ഡാറ്റാബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഞങ്ങൾക്ക് അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാറ്റാബേസും PHP നമുക്ക് ലിങ്ക് ചെയ്യുക ആൻഡ് ഒതൻറ്റിഫിക്കേഷൻ കറക്റ്റ് ആക്കാം. ഓക്കെ